ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് നമുക്കറിയാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാര്യങ്ങൾ ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങൾ ഒഡിബിൾ ആണോ? സെറ്റ് ആണോടാ? അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനീക്വാളിറ്റീസ് ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ അല്ലേടാ? യെസ്, ഓക്കെ, ക്ലിയർ ആണ്. സോ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ എക്സാക്ട്ലി പുതിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ചില SSC എക്സാംസിനൊന്നും മെയിൻസിന് മാത്രം കണ്ടുവരുന്ന ടോപ്പിക്കാണ്. പ്രിലിംസിനൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് റെയിൽവേ പോലുള്ള എക്സാംസിന് എല്ലാ രണ്ട് CBT 1-നും CBT 2-നും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇനീക്വാളിറ്റീസ്. സോ ഇന്ന് വലിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ല, ഒരുപാട് കണ്ടന്റ് ഒന്നും പറയാനില്ല. സെഷൻ വേഗം തീരും. സോ ശ്രദ്ധിച്ചിരിക്കുക, കൃത്യമായിട്ട് ലാസ്റ്റ് വരെ ഇരിക്കുക. ഓക്കെ. സോ ഇനീക്വാളിറ്റീസ്. സോ എന്താണ് ഇനീക്വാളിറ്റീസ് എന്നുള്ളത് ഇപ്പോഴും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് കാണാത്തവരാണെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ക്ലാസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് ചെയ്യാനുള്ള ഐഡിയ ജസ്റ്റ് പറഞ്ഞു തരും. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? തുടങ്ങല്ലേടാ? അപ്പം ക്ലിയർ ആണ്, ഓക്കെ ആണ്. ഇപ്പൊ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇനീക്വാളിറ്റീസ്. സോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെയുള്ള കുറച്ച് സിമ്പിൾസ്, ശരിയല്ലേ? കുറച്ച് സിമ്പിൾസ് ഇതേപോലെയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എ ഗ്രേറ്റർ ദാൻ ബി ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ഈ ഒരു സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താടാ? എ ഗ്രേറ്റർ ദാൻ ബി. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, രണ്ട് നമ്പേഴ്സിന് ഇടയിൽ ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഈ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ആരാണോ അയാളായിരിക്കും വലുത് എന്നുള്ളത്. കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും സംടൈംസ് ഇത് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ പോവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണോ അയാളായിരിക്കും വലുത്. സോ ഈ ഒരു പോയിന്റ് എപ്പോഴും ആലോചിക്കാം. മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണോ അയാളായിരിക്കും വലുത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇനി നേരെ തിരിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിലോ, എ ലെസ് ദാൻ ബി എന്നാണ് പറയാ. സോ ഈ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ലെസ് ദാൻ ആണ്. സോ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബിന്റെ നേരെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം ബി ആണ് വലുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ ലെസ് ദാൻ ബി. അപ്പൊ ഓരോ സിമ്പിൾ നോക്ക്, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സിമ്പിൾസ് കാണാൻ പറ്റുന്നുണ്ടാവും. എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി. ഇതെന്താ പറയാ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് പറയാ. സോ ഈ ഒരു സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാടാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇതിന്റെ വൈസ് വേഴ്സ നേരെ തിരിച്ചു പറയുന്നത് എന്ത് പറയും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം? എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ 100% എ ഗ്രേറ്റർ ദാൻ ബി തന്നെ ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിക്ക് രണ്ട് കണ്ടീഷൻ പോസിബിൾ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബിയും, രണ്ടാമത്തെ കണ്ടീഷൻ എ ഈക്വൽ ടു ബിയും. ഈ രണ്ട് കണ്ടീഷനും പോസിബിൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു റിലേഷൻ പറയേണ്ടത്. കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ ആണോ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുകയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബിക്കും ചാൻസ് ഉണ്ട്, എ ഈക്വൽ ടു ബിക്കും ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇവനെ പ്രത്യേകം മറക്കരുത്. ഓക്കെ അല്ലേ? അതാണ് ഈ ഒരു കണ്ടീഷൻ. ഇനി ഇതിനോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി നേരെ തിരിച്ചു പറയും. ഓക്കെ അല്ലേ? അടുത്തത് എ നോട്ട് ഈക്വൽ ടു ബി. എ നോട്ട് ഈക്വൽ ടു ബി ഇവിടെ അത്ര ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് പിന്നെ ഒന്നുമില്ല. എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഗ്രേറ്റർ ആവാം, ലെസ് ദാൻ ആവാം. ഓക്കെ അല്ലേ? സോ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി ആൻഡ് സ്ലാക്ക് ഇനീക്വാളിറ്റി. വാട്ട് ഈസ് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി ആൻഡ് വാട്ട് ഈസ് സ്ലാക്ക് ഇനീക്വാളിറ്റി? 100% ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി എന്ന രൂപേണ പറയുന്നത്. ഓക്കെ ആണോ? എ ഗ്രേറ്റർ ദാൻ ബി. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും. അവിടെ എന്ത് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാലും എ ഗ്രേറ്റർ ദാൻ ബി. എന്ത് ഓപ്പറേഷൻ നടത്തുക മീൻസ് ഇവിടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും എ ബിനേക്കാളും വലുത് ആരായിരിക്കും? എ ആയിരിക്കും. ഇനി എ ലെസ് ദാൻ ബി, ഇതും അങ്ങനെ തന്നെയാണ്. എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഷുവർ ആണ് എ ലെസ് ദാൻ ബി ആണ്. സോ ഇങ്ങനെ 100% ഷുവർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി എന്ന് പറയുക. ഓക്കെ ആണോ? സോ ഈ രണ്ട് ഇനീക്വാളിറ്റീസ് ആണ് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി ഓക്കെ ആണോ? ഈ രണ്ട് ഇനീക്വാളിറ്റീസ് ആണ് സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി. ഓക്കെ. ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ, ഈ രണ്ട് റിലേഷൻഷിപ്പ് ആണ് പറയുന്നത് എന്തിനെ? Symbols are called strict inequalities. It shows numbers are strictly less than or greater than each other. Okay അല്ലേ? ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കേസസ് ഏതൊക്കെയാണ്? രണ്ട് കേസസ്. ഒന്ന് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ഈ രണ്ട് കണ്ടീഷൻ വന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ രണ്ട് കണ്ടീഷൻ വന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് സ്ലാക്ക് ഇനീക്വാളിറ്റി. സ്ലാക്ക് ഇനീക്വാളിറ്റി ഓക്കെ ആണോ? സ്ലാക്ക് ഇനീക്വാളിറ്റി. ഇതുവരെ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. സ്ലാക്ക് എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് 100% ആയിട്ട് പറയാൻ പറ്റില്ല. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുകയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിയിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് 100% പറയാൻ പറ്റില്ല, എ ഈക്വൽ ടു ബി എന്ന് 100% പറയാൻ പറ്റില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. സോ ആ ഒരു മീനിങ് ആണ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് അല്ല ഇതിനെ സ്ലാക്ക് എന്ന് വിളിക്കാൻ കാരണം. ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോടാ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം എ ഗ്രേറ്റർ ദാൻ ബി, ലെസ് ദാൻ ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഓക്കെ ആണോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ സെറ്റ് അല്ലേ? ഇതുവരെ ഓക്കെയാണ്, ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ല. എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ 100% ഷുവർ ആയിട്ട് ചോദിക്കുക, ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഇനി എവിടെയാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞുതരാം. സോ നിലവിൽ ഇതുവരെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് നോട്ട് ഈക്വൽ ടു ബി. ഇവനെ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല, ഇവൻ ആവശ്യമില്ല. സോ നെക്സ്റ്റ് നോക്ക്. അടുത്ത പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇനീക്വാളിറ്റീസ്. അത് അത്രയും വലിയ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. വാട്ട് ഈസ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി? ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു കാര്യം എഴുതാം. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. അത് നീ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എഴുതാലോ. സോ ഈ കേസിൽ രണ്ട് കണ്ടീഷൻ എങ്ങനെയാ? ഒന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ സി ആവാം, ശരിയാണോ? അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി, ബി ഈക്വൽ ടു സി ആവാം, ശരിയല്ലേ? അടുത്ത കണ്ടീഷൻ എന്താ? എ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി ആവാം, അല്ലെങ്കിലോ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആവാം. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. ഇതെല്ലാം സ്പ്ലിറ്റ് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇങ്ങനെ എഴുതാം, എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എഴുതാം, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ഈക്വൽ ടു സി ആവാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി ആവാം. അടുത്തതോ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. എടാ ഇത് നാലും കൂടി ക്ലബ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഈ കേസിൽ ഗ്രേറ്റർ ആണ് സീനേക്കാളും, ഇവിടെയും ഗ്രേറ്റർ ആണ്, ഇവിടെയും എന്താണ്, ഇവിടെ ഗ്രേറ്റർ ആണ്, ഇവിടെ ഈക്വൽ ടു ആണ്. സോ എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറഞ്ഞാൽ 100% പറയാൻ പറ്റില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീനെ പറയാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയാണ് നമ്പേഴ്സ് വരികയാണെങ്കിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത്, എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുന്നത് 100% ഷുവർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്നേ എനിക്ക് 100% പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രൂഫ്. സോ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്താ പറയാ, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോടാ? പോയിന്റ് ക്ലിയർ ആണോ? സോ എന്താണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് ഇതിന്റെ എക്സാക്ട് റീസൺ ആണ് പറഞ്ഞത്. സോ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലെ? ഓക്കെ. സോ സിമിലർലി എ ലെസ് ദാൻ ബി, ഇത് നേരെ തിരിച്ചു വരും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ നമ്മൾ പറയേണ്ട റിലേഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇതും പോസിബിൾ ആണ്. സോ ഈ പ്രോപ്പർട്ടിയാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. സോ ഇതാണ് മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത്. ഇഫ് വൺ റിലേഷൻ ഈസ് മെൻഷൻഡ് ബൈ സ്ട്രിക്റ്റ് ഇനീക്വാളിറ്റി, then the result should also be in strict inequality എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഇനീക്വാളിറ്റി പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ടൂള്. എന്താണ് ആദ്യത്തെ ടൂള്? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ സി ആയിരിക്കും. റിലേഷൻ ഇത്രയേ ഉള്ളൂ. പോയിന്റ് ശ്രദ്ധിച്ചോ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ലെസ് ദാൻ സി ആണെങ്കിൽ, ബി ലെസ് ദാൻ സി ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രണ്ട് കണ്ടീഷൻ എന്താ? എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി. ഇനി ഇത് സ്പ്ലിറ്റ് ആക്കി ഞാൻ എന്ത് എഴുതി? എ ഈക്വൽ ടു ബി ലെസ് ദാൻ സി. സോ നോക്കണം, ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് എന്തായാലും സീനേക്കാളും ചെറുതാണ്, ശരിയല്ലേ? സോ ഈ ഒരു കണ്ടീഷനോ, ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്തിട്ട് എങ്ങനെ എന്ത് എഴുതാൻ പറ്റുക? എ ഈക്വൽ ടു ബി, ബിയും എയും സമമാണ്, സീനേക്കാളും ചെറുതാണ് ബി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്നത് സീനേക്കാളും ചെറുതായിരിക്കൂലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ട്രിക്റ്റും ഒരു സ്ലാക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? നിങ്ങൾ ഇതേപോലെ എഴുതിയൊന്നും നോക്കണ്ട. ജസ്റ്റ് എയുടെയും സിന്റെ ഇടയിൽ എഴുതുന്ന സിമ്പിൾ ഏതായിരിക്കണം? സ്ട്രിക്റ്റ് ആയിരിക്കണം. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ഫസ്റ്റ് ടൂള് ക്ലിയർ ആണോ? ഒരു സ്ട്രിക്റ്റും ഒരു സ്ലാക്കും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെയാണോ എഴുതുക? നിങ്ങൾ ആരുടെ റിലേഷൻ ആണോ എഴുതേണ്ടത്? സ്ട്രിക്റ്റിന്റെ ആണ്. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ. ക്ലിയർ ആണോ? ഒരു സ്ട്രിക്റ്റും ഒരു സ്ലാക്കും നിങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ എടുത്താൽ മതി? സ്ട്രിക്റ്റിന്റെ എടുത്താൽ മതി. ക്ലിയർ അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? സോ അതിന്റെ ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. എല്ലാവരും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയാം. അടുത്ത റിലേഷൻ നോക്കിയാൽ ഞാൻ റിലേഷൻഷിപ്പ് എഴുതാം. എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഡി ലെസ് ദാൻ ഇ. ഇങ്ങനെ റിലേഷൻഷിപ്പ് എഴുതി. ക്ലിയർ ആണോ? ഇവിടെ ആരോടൊന്നും മിണ്ടാത്തെ? ഓക്കെ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? യെസ്. ആസ്പിരന്റ് മാത്രമാണോ മനസ്സിലായത്? ക്ലിയർ ആണ്, ക്ലിയർ ആയെന്ന് പറയടാ. ഓക്കെ ആണോ?
ക്ലിയർ ആണ് അല്ലെ? സെറ്റ് ആണ്. നോക്ക്, എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ലെസ് ദാൻ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട് ഡി ലെസ് ദാൻ ഇ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെയും സിന്റെ ഇടയിലെ റിലേഷൻ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ട്രിക്റ്റ് ഉണ്ട് ഒരു സ്ലാക്ക് ഉണ്ട്. അപ്പൊ ആര് എഴുതിയാൽ മതി? ലെസ് ദാൻ എഴുതിയാൽ മതി. ഇനി ബിന്റെയും ഡിന്റെ ഇടയ്ക്ക് റിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ബിന്റെയും ഡിന്റെ ഇടയ്ക്ക് സ്ട്രിക്റ്റ് ഉണ്ട് സ്ലാക്ക് ഉണ്ട്. ആര് എഴുതിയാൽ മതി? സ്ട്രിക്റ്റ് എഴുതിയാൽ മതി. ഇനി സിന്റെയും ഇന്റെ ഇടയ്ക്ക് പ്രശ്നമില്ല, സ്ട്രിക്റ്റും ആണ്, സ്ട്രിക്റ്റ് തന്നെ ഫോളോ ചെയ്യും. ഓക്കെ ആണോ? എന്ന് നോക്കിയാൽ മതി. ഒരു സ്ട്രിക്റ്റും സ്ലാക്കും വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഫോളോ ചെയ്യും, ഒരു സ്ട്രിക്റ്റും സ്ലാക്കും വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഫോളോ ചെയ്യും. ഇവിടെ എന്താണ്? ഇവിടെ സ്ട്രിക്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല. സോ സ്ലാക്ക് എടുക്കണമെങ്കിൽ എന്ത് വരണം? ഒരു ഇപ്പൊ സപ്പോസ് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ബി കേസിൽ ബിന്റെ റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കുകയാണ് എന്റെയും സിന്റെ ഇടയിലെ റിലേഷൻഷിപ്പ്. എന്റെയും സിന്റെ ഇടയിൽ സ്ട്രിക്റ്റ് ഉണ്ട് സ്ലാക്ക് ഉണ്ട്, സ്ട്രിക്റ്റ് എഴുതി. ഇനി ബിന്റെയും ഡിന്റെ ഇടയ്ക്ക് ആരൊക്കെ ഉണ്ട്? ഇവിടെ ഒരു സ്ലാക്ക്, ഇവിടെ ഒരു സ്ലാക്ക്. അപ്പൊ ആരെ റിലേഷൻ പറയുള്ളൂ? സ്ലാക്കിന്റെ പറയുള്ളൂ. ഇനി സിന്റെയും മീന്റെ ഇടയ്ക്ക് സ്ട്രിക്റ്റ് ഉണ്ട് സ്ലാക്ക് ഉണ്ട്. ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ലാക്കെ ഫോളോ ചെയ്യുള്ളൂ. ഇനി എന്റെയും ഇന്റെയും ഇടയ്ക്ക് പോയി നോക്കുകയാണെങ്കിലോ സ്ട്രിക്റ്റ് സ്ലാക്ക് ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. സോ എല്ലാ റിലേഷനും പറയാൻ പഠിച്ചോ, എല്ലാ റിലേഷനും ഒറ്റയടിക്ക് പറയാൻ പഠിച്ചോ. ഇനി കൺഫ്യൂസ്ഡ് ആവരുത്, ഒറ്റയടിക്ക് പറഞ്ഞു പോകണം. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? എടാ ഈ 1, 2, 3, 4 ഈ 4 റിലേഷൻഷിപ്പ് എഴുതിയത് മനസ്സിലായോ? ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന്, ഈ ഒരൊറ്റ റിലേഷൻഷിപ്പ് നിന്ന് ഞാൻ ഈ 4 എഴുതിയത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും? ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ആണോ? സെറ്റ് ആണോ? ലാസ്റ്റ് വൺ. എടാ എയും ഇയും, എ എവിടെയാടാ? എ ഇവിടെയാണ്. ഇ എവിടെയാ? ഇ ഇവിടെ. പോകുന്ന വഴിക്ക് ആരൊക്കെ ഉണ്ട്? ഒരു സ്ട്രിക്റ്റ് ഉണ്ട് സ്ലാക്ക് ഉണ്ട്. സ്ട്രിക്റ്റും സ്ലാക്കും വന്നു കഴിഞ്ഞാൽ ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റും സ്ലാക്കും വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി, റിസൾട്ട് ഷുഡ് ബി ഓൾസോ ഇൻ സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി. അപ്പൊ ആര് എഴുതണം? സ്ട്രിക്റ്റ് എഴുതണം. ഓക്കെ ആണോ? സാർ ഈ ലാസ്റ്റ് ലാപ്പിൽ കാണാൻ, ക്ലാസ് ലാപ്പിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. സോ അത് നീ ഇവിടുത്തെ SSC മലയാളിയിലെ നമ്പേഴ്സ് കോൺടാക്ട് ചെയ്ത് നോക്ക്. സോ ആ ബാക്ക് എക്സാം ആ ഒരു എൻഡിൽ എനിക്ക് പ്രത്യേകിച്ചുള്ള ഒരു ഐഡിയ ഇല്ല. സോ നീ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യട്ടോ. സോ എ ലെസ് ദാൻ ഇ ആയിരിക്കും. സെറ്റ് അല്ലേ? സോ അടുത്ത നോക്ക്, അടുത്ത ഈ ഒരു കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ പ്രോപ്പർട്ടി. എന്താണ് ഈ റിലേഷൻ പറയുന്നത്? ശ്രദ്ധിക്കും. നോക്ക്, if a positive constant number is multiplied or divided on both sides of inequality, then the inequality remains the same. പ്രത്യേകിച്ച് മാറ്റൊന്നും വരില്ല. But if inequality is multiplied or divided by the negative constant, then the inequality expression will get reversed. So a greater than b, നമുക്ക് റിലേഷൻഷിപ്പ് എഴുതാം. a greater than b എന്ന് പറയുന്നത് രണ്ട് റിലേഷൻഷിപ്പ്. ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ 6 greater than 4, ശരിയല്ലേ? ഒരു പോസിറ്റീവ് നമ്പറിനെ കൊണ്ട് ഞാൻ ഇൻറ്റു 2 ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 6 × 2 12 greater than 8, ശരിയല്ലേ? സോ ഇതാണ് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ. എന്ത്? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഇനി ഞാൻ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ax ഗ്രേറ്റർ ദാൻ bx, ഇനീക്വാളിറ്റി എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഗ്രേറ്റർ ആണ്. രണ്ട് നമ്പറും ഒരു ചേഞ്ചും വരുന്നില്ല. ഇനി നേരെ തിരിച്ച് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നെങ്കിലോ, ഇപ്പൊ ഞാൻ എടുക്കുന്ന രണ്ട് നമ്പർ a ലെസ് ദാൻ ബി, ഇപ്പൊ a ഗ്രേറ്റർ ദാൻ ബി തന്നെ എടുക്കും. a ഗ്രേറ്റർ ദാൻ ബി, ഇപ്പൊ ഞാൻ എടുക്കുന്ന നമ്പർ -1 -3. ഇപ്പൊ a ലെസ് ദാൻ ബി ആണ്. സോ ഈ കണ്ടീഷൻ a ലെസ് ദാൻ ബി ആണ്. ഇപ്പൊ ഇവിടെ എന്താ? ബട്ട് ഇഫ് ഇനീക്വാലിറ്റി ഈസ് മൾട്ടിപ്ലൈ, ഈ നമ്പേഴ്സ് തന്നെ എടുക്കാം കേട്ടോ. ഇപ്പൊ 6 4, a ഗ്രേറ്റർ ദാൻ ബിന്റെ 6 4 എന്താ? ഇൻറ്റു ഞാൻ -2 ചെയ്തു. -2 ചെയ്യുകയാണെങ്കിലോ 6 × -2 -12, -4 × -2 8. എടാ -12 ആണോ -8 ആണോ വരുന്നത്? -12 ആണോ -8 ആണോ വരുന്നത്? ആരാ വരുന്നത്? -8 അല്ലേ? സോ എന്ത് ചെയ്യണം? സിമ്പലിന്റെ ഡയറക്ഷൻ നേരെ ഉൾട്ടയായിട്ടുണ്ട്. സോ ആദ്യം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇപ്പൊ എന്തായി മാറി? ഇവിടെ എത്തിയ സമയത്ത് ചേഞ്ച് ആയി, ലെസ് ദാൻ ആയി. അതാണ് പറയുന്നത്. But if inequality is multiplied or divided by the negative constant, then the inequality expression will get reversed. അതാണ് എഴുതിയത്. If a greater than b ആണ്, then a is less than bx. a less than b, then a is greater than bx. എങ്ങനെ? x is less than 0. രണ്ടിന്റെ കേസ് നെഗറ്റീവ് കോൺസ്റ്റന്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായി മാറും? ഇതേപോലെ സിമ്പലിന്റെ ഡയറക്ഷൻ നേരെ ഉൾട്ടയാവും. അത് ജസ്റ്റ് കോൺസ്റ്റന്റ് അറിയുന്ന കാര്യമാണ്, മനസ്സിലാക്കിയാൽ മതി. സെറ്റ് അല്ലേ? എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേടാ? എക്സാം പോയിന്റിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് പറയും. ഇത് ശ്രദ്ധിക്കുക. ഇതുവരെ എക്സാം പോയിന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു? ഒരു സ്ട്രിക്റ്റും ഒരു സ്ലാക്കും വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ആണ് ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? ഒരു സ്ട്രിക്റ്റും ഒരു സ്ലാക്കും വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ് ഫോളോ ചെയ്യുക. ഓക്കെ ആണോ? സ്ട്രിക്റ്റ് ആണ് ഫോളോ ചെയ്യുക. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണ്. അങ്ങനെ അടുത്ത കണ്ടീഷൻ പഠിച്ചോ.
If we flip the number, we have to flip the inequality also. എടാ അത് വളരെ സിമ്പിൾ ആണ്. ഇതാണ് പരിപാടി. A greater than B എന്ന് പറയാണ്. A greater than B. ഇനി ഞാൻ B നെയാണ് ആദ്യം പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം? എടാ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ആരെയാ? A അല്ലേ വലുത്. സോ ഇതേ കണ്ടീഷൻ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് പറയണം? സിമ്പിൾ നേരെ ഉൾട്ടയാക്കണം, സിമ്പിൾ നേരെ ഉൾട്ടയാക്കണം. സോ ഫ്ലിപ്പ് ദ ഇനീക്വാലിറ്റി, സിമ്പിൾ ഫ്ലിപ്പ് ചെയ്യണം. അതാണ് പറഞ്ഞത്. ഈ സിമ്പിൾ ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യണം. അത് ജസ്റ്റ് കോമൺ സെൻസ്. എന്ത് എ ആണ് വലുത്, സോ എഴുതുന്ന കണ്ടീഷൻ മാറുന്നില്ലെങ്കിൽ ഇവിടെയും എ ആയിരിക്കണം വലുത്. സോ എന്ത് ചെയ്യണം? സിമ്പിളിന്റെ ഡയറക്ഷൻ ഫ്ലിപ്പ് ചെയ്യണം. സിമ്പിൾ എന്ത് ചെയ്യണം? ഫ്ലിപ്പ് ചെയ്യണം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? പക്കാ ഓക്കെ അല്ലേ? അങ്ങനെ അടുത്ത് നോക്കോ. സോ ഇവിടെ നിന്നാണ് നമ്മുടെ കൺക്ലൂഷൻസ്, ഇവിടെയാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി. ഇങ്ങനെയാണ് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരുന്നത്. ഓരോ കൺക്ലൂഷൻ വായിക്കടാ. ഫസ്റ്റ് കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ സി. ഞാൻ പറഞ്ഞു എന്റെയും സിന്റെ ഇടയ്ക്ക് സ്ട്രിക്റ്റും വരികയാണെങ്കിൽ ആരും ഫോളോ ചെയ്താൽ മതി? സ്ട്രിക്റ്റ് ഫോളോ ചെയ്താൽ മതി. സോ എ ഗ്രേറ്റർ ദാൻ സി ശരിയല്ലേ? എ ഗ്രേറ്റർ ദാൻ സി ശരിയല്ലേ? ഇങ്ങനെയും എഴുതിക്കൂടെ സി ലെസ് ദാൻ എ. സോ ഇത് നേരെ തിരിച്ച് സി ആദ്യം എഴുതുകയാണെങ്കിൽ സിമ്പിൾസിന്റെ ഡയറക്ഷൻ എന്ത് വരണം? ലെസ് ദാൻ ആവണം. സോ സിമ്പിളിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ നമ്മൾ ഫ്ലിപ്പ് ചെയ്തു. ഇത് കണ്ടീഷൻ ഓക്കെ ആണ്. സോ എ ഗ്രേറ്റർ ദാൻ ഡി, എയും ഡി നോക്കുന്ന സമയത്ത് സ്ട്രിക്റ്റ് മാത്രമേ ഉള്ളൂ. സോ എന്ത് എഴുതിയാൽ മതി? സ്ട്രിക്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എ ഗ്രേറ്റർ ദാൻ ഡി, അതും ശരിയാണ്. ബി ഗ്രേറ്റർ ദാൻ ഡി, അതും ശരിയാണ്. ഓക്കെ അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് സെക്കൻഡ് കണ്ടീഷൻ. സാർ ഇച്ചിരി ക്വസ്റ്റ്യൻസ് മാത്രം മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നില്ല. ഓക്കെ, ചെയ്യാം. ഓക്കെ അല്ലേ? അരുതി കാണുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ഇത്രയും വലുതാക്കിയിട്ടും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ നോക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? സോ ഇവിടെയാണ് അടുത്ത പോയിന്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാൻ പറ്റുന്ന സെക്കൻഡ് പോയിന്റ്, സെക്കൻഡ് ടൂൾ ആണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കും. ഈ രണ്ട് ടൂൾ ഉണ്ടെങ്കിൽ ഇനീക്വാളിറ്റിയിലെ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ പോയിന്റ് ശ്രദ്ധിച്ചോ. നോക്ക്. A greater than B greater than or equal to C greater than D. A greater than B greater than or equal to B. A greater than B greater than or equal to C greater than D. So first condition A greater than C ആണോ? സോ ഞാൻ പറഞ്ഞു എന്റെയും സിന്റെ ഇടയ്ക്ക്, എന്റെയും സിന്റെയും ഇടയ്ക്ക് ഒരു സ്ട്രിക്റ്റ് ഉണ്ട്, ഒരു സ്ലാക്ക് ഉണ്ട്. ഒരു സ്ട്രിക്റ്റ് ഉണ്ട്, സ്ലാക്ക് ഉണ്ടെങ്കിൽ ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. സോ A greater than C. ഓക്കെ ആണോ? പക്ഷേ സ്ലാക്ക് എഴുതരുത്. ഇത് തെറ്റാന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാ? A greater than B greater than or equal to C greater than D ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം, A greater than B greater than C ആണ്. അടുത്ത കണ്ടീഷനോ? A greater than B equal to C ആണ്. സോ ഈ രണ്ട് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാലും A equal to C എന്ന് പറയുന്ന ഒരു റിലേഷൻ പറയാനേ പറ്റുന്നില്ല. A equal to C എന്ന് പറയുന്നത് പറയാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ A greater than or equal to C എന്ന് പറയുന്നത് ഒരിക്കലും ഫോളോ ചെയ്യില്ല. സോ ഇനി അങ്ങോട്ട് എക്സാം ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ എക്സാമിന് മോണിറ്റർ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോണ്ട. എയും സിയും എഴുതുന്നു, നിങ്ങൾ എന്ത് നോക്കുക? ഒരു സ്ട്രിക്റ്റ് ഉണ്ട്, ഒരു സ്ലാക്ക് ഉണ്ട്. സ്ട്രിക്റ്റ് ഉണ്ട്, സ്ലാക്ക് ഉണ്ട്. ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. സോ എ ഗ്രേറ്റർ ദാൻ സി ഫോളോ ചെയ്യും, എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി ഡസൻ ഫോളോ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി എയും ഡിയും ആണെങ്കിൽ ആരെ ഫോളോ ചെയ്യുള്ളൂ? എ ഗ്രേറ്റർ ദാൻ ഡി ഫോളോ ചെയ്യുള്ളൂ. സോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് 100% അത് തെറ്റാണ്. അടുത്തത് ബി ഗ്രേറ്റർ ദാൻ ഡി, ബിയും ഡി നോക്കുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ഡസൻ ഫോളോ. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഐഡിയ അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ? സെറ്റ് ആണോ? ഓക്കെ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? യെസ്, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തത് A greater than B greater than C greater than or equal to D. ഓക്കെ, എന്താടാ പറഞ്ഞത്? A greater than B greater than or equal to C greater than D. So first condition B greater than D ആണോ? ബിയും ഡിന്റെ ഇടയ്ക്ക്, ബിന്റെയും ഡിന്റെ ഇടയ്ക്ക് ആരാളുള്ളത്? സ്ലാക്ക് ഉണ്ട്. ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ലാക്കേ ഫോളോ ചെയ്യുള്ളൂ. ഇനി നേരെ തിരിച്ച് ഇവിടെ ബി ഗ്രേറ്റർ ദാൻ ആണ് തരുന്നെങ്കിലോ? ബി ഗ്രേറ്റർ ദാൻ ഡി ആണെങ്കിൽ അത് 100% തെറ്റാണെന്ന് പറയാൻ പറ്റും. 100% അത് തെറ്റാണ്. 100% തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ തെറ്റാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം? ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി. ഇവിടെ ഓക്കെ ആണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ബി ഈക്വൽ ടു സി ഈക്വൽ ടു ഡി. ഇവിടെ ബി ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞത് തെറ്റല്ലേ? ഇവിടെ ബി ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞത് തെറ്റല്ലേ? സ്വാഭാവികമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പറയാൻ പറ്റൂല.
പറ്റൂല. അതുകൊണ്ട് തന്നെ ബിന്റെയും ഡിന്റെ ഇടയ്ക്ക് പറയുന്ന റിലേഷൻഷിപ്പ് എന്താവണടാ? ബിന്റെയും ഡിന്റെ ഇടയ്ക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു രണ്ടും സ്ലാക്ക് വന്നു കഴിഞ്ഞാൽ സ്ലാക്കേ ഫോളോ ചെയ്യുള്ളൂ. സോ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് ഫോളോ ചെയ്യും. പക്ഷെ ബി ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റൂല. അടുത്തത് എയും സിയും. എ സ്ട്രിക്റ്റ് വന്നു, സ്ലാക്ക് വന്നു. ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. പക്കയല്ലേ? ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോളോ ചെയ്യൂല. അത് ഞാൻ റീസൺ പറഞ്ഞിട്ടുണ്ട്. സ്ട്രിക്റ്റും സ്ലാക്കും വന്നാൽ സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. അടുത്തത് എന്റെയും ഡിന്റെ ഇടയ്ക്ക് ഓക്കെ അല്ലേ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ, സ്ലാക്ക് ഫോളോ ചെയ്യില്ല. സോ നെക്സ്റ്റ് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടുന്ന് എയും ഇവിടുന്ന് സംഭവം ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു? സിംബൽസിന്റെ ഡയറക്ഷൻ നോക്ക്, എല്ലാ ഡയറക്ഷനും ഒന്നാണ്. സിംബൽസിന്റെ ഡയറക്ഷൻ ഒന്നാണെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ വരണം. സോ ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം. പോയിന്റ് ഓക്കെ നോക്കിക്കോ. നോക്ക് സെറ്റാണ്. ക്ലിയർ അല്ലടാ? ക്ലാസ് ഔട്ട് ആയി. ഇപ്പൊ ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടാവില്ല? നോക്ക് ശ്രദ്ധിക്കും. സോ സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ടൂൾ. ഓക്കെ അല്ലേ? ഇവിടെ ക്ലാസ് കേട്ടായി. സെറ്റ് അല്ലേ? വരുന്നില്ലേ? ക്ലിയർ ആണോ? ഓക്കെ നോക്ക്. സിംബൽസിന്റെ ഡയറക്ഷൻ പറയണമെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇപ്പൊ എ പോയിന്റ് നോക്കണം. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഡി. അടുത്ത റിലേഷൻ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ലെസ് ദാൻ ഡി. ഓക്കെ ആണോ? അടുത്തത് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ ഡി. അടുത്തത് എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. നെക്സ്റ്റ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. സോ ഞാൻ നിങ്ങളുടെ മുന്നിൽ 1 2 3 4 5 റിലേഷൻഷിപ്പ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, 5 റിലേഷൻസ് എഴുതിയിട്ടുണ്ട്. സോ ശ്രദ്ധിക്കും, പോയിന്റ് ശ്രദ്ധിക്കും. സോ ഫസ്റ്റ് റിലേഷൻ നോക്കടാ. ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബൽസിന്റെ ഡയറക്ഷൻ മൊത്തം ഒരേ ലൈനിലല്ലേ? ഒരേ ലൈനിലാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് പറയാൻ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ ആണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയാണ്: എയും ഡിന്റെ ഇടയിൽ വരുന്ന റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയും എ ഗ്രേറ്റർ ദാൻ ഡി ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്ക്. ഇവിടെയും ഞാൻ ചോദിക്കുന്നത് എന്റെയും ഡിന്റെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ പറയും ഇവിടെയും ലെസ് ദാൻ ലെസ് ദാൻ ലെസ് ദാൻ. സിംബൽസിന്റെ ഡയറക്ഷൻ മൊത്തം ഒരു ഡയറക്ഷൻ അല്ലേ? സിംബൽസിന്റെ ഡയറക്ഷൻ നിർബന്ധമായിട്ടും ഒരേ ഡയറക്ഷനിലായാൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പ് പറയാൻ പറ്റുന്നതാണ് സെക്കൻഡ് ടൂൾ. അതെങ്ങനെയാണെന്നുള്ളത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. സിംബൽസിന്റെ ഡയറക്ഷൻ മൊത്തം ഒരു ഡയറക്ഷൻ ആണ്. സോ സ്ട്രിക്റ്റ് ആണ് വരുന്നത്. സ്ട്രിക്റ്റ് ഫോളോ ചെയ്യും എ ലെസ് ദാൻ ഡി. ഇവിടെ നോക്ക്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ. സോ ഇവിടെയും സിംബൽസിന്റെ ഡയറക്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെയും സിംബൽസിന്റെ ഡയറക്ഷൻ ഒന്നല്ലേ? ഒരേ ഡയറക്ഷൻ അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും എ ഗ്രേറ്റർ ദാൻ ഡി ആണ് ഇവിടെ വരുന്ന റിലേഷൻഷിപ്പ്. ഓക്കെ ആണോ? സോ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, സ്ട്രിക്റ്റും സ്ലാക്കും ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ഫോളോ ചെയ്യും. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മീനിങ് എന്താ? ഇവന്മാര് മൊത്തം ഒരേ ലൈനിലാണ് അല്ലെങ്കിൽ ഒരേ ഡയറക്ഷൻ ആണ് ഫോളോ ചെയ്യുന്നത്.
സോ ഈ കേസിൽ എനിക്ക് റിലേഷൻഷിപ്പ് എന്ത് പറയാൻ പറ്റും? എ ലെസ് ദാൻ ഡി. സോ എ ബി, ഇത് സി ആണ്, ഇത് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ഡി എന്ന് എനിക്ക് പറയാൻ പറ്റും. സെറ്റ് ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണ് വരിക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത് നോക്കണം. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ എത്തുന്ന സമയത്ത് എന്റെയും സിന്റെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് ആരൊക്കെ വന്നു? ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു, ഒരു ലെസ് ദാൻ വന്നു. ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് രണ്ട് ലെറ്റേഴ്സിന്റെ ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പ് ആണ് വരുന്നതെങ്കിൽ, സിമ്പിൾസ് ആണ് വരുന്നതെങ്കിൽ, ഒരു ഗ്രേറ്റർ ദാൻ, ഒരു ലെസ് ദാൻ, ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒരു ഗ്രേറ്റർ ദാൻ, ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒരു ഗ്രേറ്റർ ദാൻ. ഓക്കെ ആണോ? ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് കാണുന്നതെങ്കിൽ, ഇവന്മാരെ പോലെ ഇങ്ങനെ രണ്ട് ഡയറക്ഷൻ ഒരുമിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സോ നിങ്ങളോട് ഈ ക്വസ്റ്റിൽ ചോദിക്കുകയാണ്, എന്റെയും ഡിന്റെയും ഇടയ്ക്കുള്ള എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോയി നോക്കുന്ന സമയത്ത് ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കണ്ടു, ഒരു ലെസ് ദാൻ കണ്ടു. ഇങ്ങനത്തെ ഒരു പേര് കണ്ടില്ലേ? ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു പേര് കണ്ടില്ലേ? ഈ ഒരു പേരല്ലേ ഇത്? സോ ഈ കേസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു ലെസ് ദാനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താടാ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതേപോലെ ലെസ് ദാനും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉൾട്ടാ പെയറായി കണ്ടാല്, ഇങ്ങനെ ഉൾട്ടാ പെയറായി കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം ഡയറക്ഷൻ ഒരുപോലെയല്ല, ഡയറക്ഷൻ സെയിം അല്ല, ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. സോ ഇവിടെ എനിക്ക് റിലേഷൻഷിപ്പ് പറയാൻ പറ്റൂല. ഓക്കെ ആണോ? സോ ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന സെക്കൻഡ് ടൂൾ, ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ടൂൾ. ഓക്കെ ആണോ? എന്റെയും ഡിന്റെയും ഇടയ്ക്ക് റിലേഷൻഷിപ്പ് പറയാൻ പറ്റാത്തതിന് കാരണം എന്ന് പറയുന്നത് സിംബൽസിന്റെ ഡയറക്ഷൻ ഒരേപോലെയല്ല. സോ രണ്ട് ടൂളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൂൾ എന്താണ്? സ്ട്രിക്റ്റും സ്ലാക്കും വന്നാൽ സ്ട്രിക്റ്റ് ഫോളോ ചെയ്യും. ഇനി അടുത്ത ടൂൾ എന്താ? സിംബൽസിന്റെ ഡയറക്ഷൻ ഒരേപോലെ വരണം. ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് പറയാൻ പറ്റൂല. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ? സെറ്റ് അല്ലേ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, സോ ഇനി ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാലോ. സോ നോക്ക്, നമ്മളെവിടെത്തി എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ലെസ് ദാൻ ഡി. അപ്പൊ ഓരോ റിലേഷൻഷിപ്പ് പറയാം. നോക്ക്, അടുത്തത് എ ഗ്രേറ്റർ ദാൻ സി എന്തായാലും ഫോളോ ചെയ്യും. എ ഗ്രേറ്റർ ദാൻ ഡി പറയാൻ പറ്റുമോ? നോക്ക്, എന്റെയും ഡിന്റെ ഇടയ്ക്കുള്ള സിമ്പിൾസ് നോക്ക്. ഇവിടെ ഒരു ഗ്രേറ്റർ വന്നു, ഇനി ഇങ്ങനെ പോയി ഇവിടെ ഒരു ലെസ് ദാൻ വന്നു. സോ ഇങ്ങനെ ഒരു ഉൾട്ടാ പേര് കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു അഗെയിൻസ്റ്റ് പേര് കണ്ടു കഴിഞ്ഞാൽ എന്റെയും ഡിന്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പ് പറയാൻ പറ്റൂല. സോ അത് തന്നെയല്ലേ എവിടെ എഴുതിയത്? എ ഗ്രേറ്റർ ദാൻ ഡി ഡസിന്റ് ഫോളോ. ഓക്കെ ആണോ? ഫോളോ സെറ്റ് ആണോ? അടുത്തത് എ ലെസ് ദാൻ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്റെയും ഡിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു റിലേഷൻഷിപ്പും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം. ഓക്കെ, സോ ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എ ലെസ് ദാൻ ഡി എന്നും പറയാൻ പറ്റൂല. ബി ഡിയും നോക്ക്, ബിന്റെയും ഡിന്റെ ഇടയ്ക്ക് പറയുകയാണെങ്കിലോ ബി ഡി ഒരു ഗ്രേറ്റർ, ഒരു ലെസ് ദാൻ. സോ സിംബൽസിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, എഗെയിൻസ്റ്റ് ആണ്. ഇവന്മാരെയും ഫോളോ ചെയ്യാൻ പറ്റില്ല, ഇതും ഫോളോ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? സോ നമുക്ക് ഇവിടെ ആകെ പറയാൻ പറ്റുന്നത് എന്ന് സി വരെയുള്ളത് എല്ലാ റിലേഷനും പറയാൻ പറ്റും, അല്ലെങ്കിൽ സിയും ഡിയും പറയാൻ പറ്റും. പക്ഷെ നേരെ തിരിച്ച് ബിയും ഡിയും എത്തുന്ന സമയത്ത് ഒരു ഗ്രേറ്റർ ദാൻ, ഒരു ലെസ് ദാൻ പറയാൻ പറ്റൂല. എ ഗ്രേറ്റർ ദാൻ, ഇവിടെ ലെസ് ദാൻ പറയാൻ പറ്റൂല. സോ അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്തേക്ക് പോട്ടെ. എന്താ കുട്ടികളെ ഒരു ഉഷാറില്ലാത്ത? സെറ്റ് ആണോ? ഓക്കെ, സോ നെക്സ്റ്റ്. സോ നിങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ഇന്ററാക്റ്റീവ് ആയാൽ മാത്രമേ ക്ലാസ് മര്യാദയ്ക്ക് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സോ ചോദിക്കുന്ന കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ തന്നെ അറിയാം ബാക്ക് എൻഡിൽ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് പോകുന്നു, നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ നേരിട്ട് കാണുന്നില്ലല്ലോ. സോ നിങ്ങളുടെ അടുത്തുള്ള ഒരു ബാക്ക് എൻഡ് മെസ്സേജസ് മാത്രമാണ് നമുക്ക് ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ. ഓക്കെ, സോ ഇന്ററാക്റ്റീവ് ആയിട്ട് തോന്നുള്ളൂ. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് റിപ്ലൈ തരാം. അടുത്ത ചോദ്യം, എ ഗ്രേറ്റർ ദാൻ ബി. ഇത് റെക്കോർഡ് ക്ലാസ് ആണ്, എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരെ. സോ നമ്മളിങ്ങനെ ചോദിക്കുന്ന സമയത്ത് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീണ്ടും ചോദിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ക്ലാസ് കാണുമ്പോൾ ആണെങ്കിൽ ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും കൂടെ മാത്രം പറഞ്ഞാൽ മതി. വേറെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ,
നെക്സ്റ്റ് എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ സി, സി ഈക്വൽ ടു ഡി. ഇത് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, സി ഈക്വൽ ടു ഡി. സോ ഈ 1, 2, 3 ഇത് മൂന്നും റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാലോ, ഇങ്ങനെ എനിക്ക് എഴുതാലോ. സോ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ശ്രദ്ധിക്കും. സോ ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് വരിക. എന്നിട്ട് ഓപ്ഷൻ തരും, കൺക്ലൂഷൻ തന്നിട്ട് കൺക്ലൂഷൻ 1, കൺക്ലൂഷൻ 2 ഉണ്ടാവും. ഇതിന്റെ ഓപ്ഷൻ നോക്ക്. ഇഫ് ഓൺലി 1 follows, if only 2 follows, if either 1 or 2, neither 1 or 2 and both 1 and 2. മൊത്തം 4 ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ 5 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ റിലേഷൻഷിപ്പ് എഴുതണമെങ്കിൽ എങ്ങനെയൊക്കെ എഴുതാം? ഇത് മൂന്നും കൂടി ക്ലബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, സി ഈക്വൽ ടു ഡി. ഓക്കെ ആണോ? സി ഈക്വൽ ടു ഡി. ഇനി ഫസ്റ്റ് കണ്ടീഷൻ നോക്ക്. എ ഈക്വൽ ടു ഡി, എ ഈക്വൽ ടു ഡി ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? എടാ ഈ കണ്ടീഷൻ എഴുതുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്റെയും ബിന്റെയും ഇടയ്ക്ക്, എന്റെയും ഡിന്റെ ഇടയ്ക്ക് വന്ന കണ്ടീഷൻസ് ഏതൊക്കെയാ? എന്റെയും ഡിന്റെ ഇടയ്ക്ക് വന്ന സിമ്പിൾസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു. ആരെ ഫോളോ ചെയ്യുള്ളൂ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഫോളോ ചെയ്യുള്ളൂ. ശരിയാണോ? സോ ഈ കണ്ടീഷനിൽ 100% നമുക്ക് എ ഈക്വൽ ടു ഡി എന്ന് പറയാൻ പറ്റൂല. 100% നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയാൻ പറ്റൂല. കാരണം എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ഡിക്കും കൂടെ ചാൻസസ് ഉണ്ട്. എ ഗ്രേറ്റർ ദാൻ ഡിക്കും കൂടെ ചാൻസസ് ഉണ്ട്. ശരിയാണോ? ശരിയാണോ? എ ഗ്രേറ്റർ ദാൻ ബിക്കും കൂടെ ചാൻസസ് ഉണ്ട്. ഓക്കെ ആണോ? ഇനി എ ലെസ് ദാൻ ഡി ആവോ? എ ലെസ് ദാൻ ഡി, എ ലെസ് ദാൻ ഡി പറയാൻ പറ്റുമോ? എ ലെസ് ദാൻ ഡി എന്ന് പറയാൻ പറ്റൂല. കാരണം എ എന്തായാലും ഇതെന്തായാലും 100% തെറ്റാം. ഓക്കെ അല്ലെ? ഇതെന്തായാലും 100% തെറ്റാ. ഇത് 100% തെറ്റാന്ന് പറയാൻ പറ്റില്ല. പാർഷ്യലി തെറ്റായിരിക്കാം. വേണമെങ്കിൽ എനിക്ക് ഇത് മൊത്തം ക്ലബ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു ഡി. ഇതിനും പ്രോബബിലിറ്റി, ഇതിനും ചാൻസസ് ഉണ്ട്. പക്ഷെ 100% ശരിയായിട്ട് എ ഈക്വൽ ടു ഡി എന്ന് പറയാൻ പറ്റില്ല. ഇതിനൊരു ചാൻസസ് ഉണ്ട്. എ ഈക്വൽ ടു ഡിക്ക് ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ 100% ശരിയല്ല. ഓക്കെ അല്ലെ? ഇതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടും തെറ്റാണ്. സോ ഉത്തരം എന്ന് പറയുന്നത് neither 1 nor 2 follows ആണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇനി കണ്ടീഷൻ നേരെ തിരിച്ച് ഇങ്ങനെയാണ് തരുന്നതെങ്കിലോ? എ ഈക്വൽ ടു ഡി അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഡി. എ ഈക്വൽ ടു ഡി അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഡി. ഓക്കെ ആണോ? ആരതി അതാണ് പറയുന്നത്. എ ഈക്വൽ ടു ഡി വന്നൂടെ എന്നല്ലേ? വന്നൂടെ എന്നല്ലേ? വരാമെന്നല്ലോ. മനസ്സിലായി? അതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. എ ഈക്വൽ ടു ഡി വന്നൂടെ എന്നല്ലേ? സോ കൺക്ലൂഷൻ എ ഈക്വൽ ടു ഡി ശരിയാണെന്ന്. എല്ലാ കേസിലും എ ഈക്വൽ ടു ഡി ആണോ? എ ഗ്രേറ്റർ ദാൻ ഡി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ട്രിക്റ്റും ഒരു സ്ലാക്കും. ഈക്വൽ ടു വന്നു കഴിഞ്ഞാലും ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ലാക്കേ ഫോളോ ചെയ്യുള്ളൂ. ഓക്കെ. സോ എന്റെയും ബിന്റെ ഇടയ്ക്ക് വന്ന സിമ്പിൾ ഏതാ? എന്റെയും ബിന്റെയും ഇടയ്ക്ക് എന്റെയും ഇത് മൊത്തം കൂടി ക്ലബ് ചെയ്താൽ എ നോട്ട് ഈക്വൽ ടു എ ഗ്രേറ്റർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി ഈക്വൽ ടു ഡി. സോ ഇത്ര മാത്രം നോക്കിയാൽ മതി. എന്റെയും ഡിന്റെ ഇടയ്ക്ക് വന്ന സിമ്പിൾ ഒരു സ്ലാക്കും ഒരു ഈക്വൽ ടു, ഒരു സ്ലാക്കും ഒരു ഈക്വൽ ടു കൂടെ വന്നു കഴിഞ്ഞാൽ, ഒരു സ്ലാക്കും ഒരു ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ സ്ലാക്കേ ഫോളോ ചെയ്യുള്ളൂ. ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ലാക്കേ ഫോളോ ചെയ്യുള്ളൂ. സോ ഇങ്ങനെ ഒരു സിമ്പിൾ തന്നാൽ മാത്രമേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവുന്നുള്ളൂ. അല്ലാണ്ട് നേരെ തിരിച്ച് എ ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞാലും തെറ്റാണ്, എ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാലും തെറ്റാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവണമെങ്കിൽ, ആ ഒരു കൺക്ലൂഷൻ ശരിയാവണമെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് തരണം. ഓക്കെ ആണോ? ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് തരണം. അല്ലെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് തരണം. എ ഈക്വൽ ടു ഡി, എ ഗ്രേറ്റർ ദാൻ ഡി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും either 1 or 2. എല്ലാ സംശയങ്ങളും മറുപടിയായെന്ന് വിചാരിക്കുന്നു. either 1 or 2. ഇതിന് കാരണം എന്തുകൊണ്ടാ? കാരണം ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റാണ്, ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റാണ്. ഓക്കെ ആണോ? ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. അതുകൊണ്ടാണ് either 1 or 2 ശരിയാവുന്നത്. ഓക്കെ ആണോ ആരതി? ഡൗട്ട് തിരിച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ സർ, താങ്ക് യു. ഇപ്പൊ സെറ്റ് ആയി. ഓക്കെ അല്ലേ? മനസ്സിലായോ? സോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ മാത്രമേ ആ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുള്ളൂ. അല്ലാണ്ട് നേരെ തിരിച്ച് എ ഈക്വൽ ടു ഡി മാത്രം തന്നാൽ ഒരിക്കലും അത് ശരിയാവില്ല. അത് ശരിയാവണമെങ്കിൽ എങ്ങനെ തരണം? സിമ്പിൾ നേരെ തിരിച്ച് ഇങ്ങനെ തരണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. അങ്ങനെ തന്നാൽ മാത്രമേ ഇത് ശരിയാവുന്നുള്ളൂ. എല്ലാവർക്കും ഓക്കെ ആണോടാ? എല്ലാവർക്കും ഓക്കെ ആണോ? സോ എന്റെ ഉത്തരം എന്ന് പറയുന്നത് either അല്ല, neither ആണ്. ഓക്കെ ആണോ? സോ ഡി. ക്ലിയർ ആണോടാ? ക്ലിയർ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? എടാ അന്നേരം ഇതിന്റെ ആൻസർ 2 അല്ല, ഇത് ലെസ് ദാൻ അല്ലേ തന്നത് മോനെ? ലെസ് ദാൻ അല്ലേ? നമുക്ക് എന്താ പറഞ്ഞത്? നമ്മുടെ റിലേഷൻഷിപ്പ് എന്താടാ പറയുന്നത്? നമുക്ക് പറയുന്നത് ശ്രദ്ധിക്കുക, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, സി ഈക്വൽ ടു ഡി, സി ഈക്വൽ ടു ഡി. സോ ഇവിടെ പറയാൻ വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി അല്ലേ? അപ്പൊ ഓൺലി 2 ഫോളോസ് ആണെങ്കിൽ ഇവിടെ എന്താടാ? എ ലെസ് ദാൻ ഡി എന്നല്ലേ പറയുന്നത്? ഇവിടുത്തെ കണ്ടീഷൻ ഏതാ? ഒന്നെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഡി ആവണം, അല്ലെങ്കിൽ എ ഈക്വൽ ടു ഡി ആവണം. ശരിയാണോ? സോ ഇതിപ്പോ ഗ്രേറ്റർ ദാൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും 2 എന്തായാലും ഫോളോ ചെയ്യാൻ പറ്റില്ല. 2 എന്തായാലും ഫോളോ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മീനിങ്. ഓപ്ഷൻ ബി അല്ലേ എന്നാണ് ചോദിച്ചത്. ഓക്കെ, ജ്യോതിഷ ക്ലിയർ ആണോ? സോ അങ്ങനെ വരാത്തതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഈക്വൽ ടു ഉള്ള ചാൻസസും കൂടെ ഉണ്ട്. ഈക്വൽ ടുവിന്റെ ചാൻസസും കൂടെ ഉണ്ടാവുന്ന കേസിൽ നമുക്ക് എ ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞാൽ 100% ശരിയാവില്ല.
സോ ഈ കേസിൽ കൺക്ലൂഷൻ 1ഉം കൺക്ലൂഷൻ 2ഉം ഇങ്ങനെ സെപ്പറേറ്റ് തരികയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ സി ആയിരിക്കണം. ഐദർ 1 or 2. അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആവണം. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ എക്സാക്ട് എക്സ്പ്ലനേഷൻ. ക്ലിയർ അല്ലേ? രണ്ടും ഒരുമിച്ച് തരികയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരണം. സെപ്പറേറ്റ് വരികയാണെങ്കിൽ ഐദർ ഓർ വരണം. ഓക്കെ, ക്ലിയർ ജ്യോതിസ്? So next question number 2. ശ്രദ്ധിക്കുക, question number 2. A greater than or equal to B, B equal to C, C less than D, E greater than A. So ഈ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യും, ബാക്കി നിങ്ങൾ ചെയ്യും. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്ങനെ എഴുതാം? ഇത് ക്ലബ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും നോക്ക്. A greater than or equal to B, B equal to C, C less than D. ഇനി അടുത്തത് E greater than A. സോ E greater than A എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി E greater than A. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉള്ള എല്ലാം കൂടെ ഞാൻ ക്ലബ് ചെയ്തിട്ട് എന്ത് എഴുതി? ഇങ്ങനെ എഴുതി. എങ്ങനെ? E greater than A greater than or equal to B equal to C less than D. ഇനി നമ്മളോട് ചോദിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ നോക്ക്, D greater than A. നോക്ക്, D ഇവിടെയാണ്, A ഇവിടെയാണ്. റിലേഷൻഷിപ്പിന്റെ സിമ്പിൾ എന്താണ്? ഉൾട്ടയായിട്ടല്ലേ വന്നത്. സോ ഇത് എന്തായാലും ഫോളോ ചെയ്യില്ല. അടുത്തതോ E greater than C. നോക്കണം, ഇന്റെയും സിന്റെയും ഇടയ്ക്ക് സ്ട്രിക്റ്റ് വന്നു, സ്ലാക്ക് വന്നു, ഈക്വൽ ടു വന്നു. സ്ട്രിക്റ്റും സ്ലാക്കും ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. സോ ഓപ്ഷൻ 2 ഫോളോ ചെയ്യൂലേ? ഓൺലി 2 ഫോളോസ്. ക്ലിയർ ആണോ? സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ഫോളോ ചെയ്യോ? ബോത്ത് വരില്ല. ബോത്ത് വരാൻ കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൺലി 2 ഫോളോസ്. ക്ലിയർ ആണോടാ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ജ്യോതിസ് ഓക്കെ, അശ്വിനി ക്ലിയർ ആണോ? ആരതി ക്ലിയർ ആണോ? ആരതിയാണ് ഡി പറഞ്ഞെന്ന് തോന്നുന്നു. ക്ലിയർ ആണോടാ? നന്ദിത ഓക്കെ, ക്ലിയർ സർ. ക്ലിയർ അല്ലേ? സോ തെറ്റിക്കരുത്, നിങ്ങൾ ജസ്റ്റ് ആ സിമ്പിൾസ് മാത്രം നോക്കിയാൽ മതി. സ്ട്രിക്റ്റും സ്ലാക്കും വന്ന് ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. സോ തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. സോ നെക്സ്റ്റ് G less than H less than I less than J greater than or equal to K. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഓപ്ഷൻ പറ, ഏത് ഉത്തരം വരുന്നു? നോക്ക്, G less than H less than I less than J greater than or equal to K. സോ എല്ലാം കൂടി ക്ലബ് ചെയ്താല് G less than H less than or equal to I, ഇനി I less than J greater than or equal to K. ഓക്കെ അല്ലേ? സോ എച്ചും കെയും നോക്ക്, H less than or equal to less than or greater than or equal to. സോ ഇതെന്തായാലും ഫോളോ ചെയ്യില്ലല്ലോ. സിമ്പിൾസിന്റെ ഡയറക്ഷൻ എന്ത് വന്നു? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു. സോ ഉൾട്ടാ പേര് വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. അടുത്ത് നോക്ക്, G less than J വരില്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ. സോ സ്ട്രിക്റ്റും സ്ലാക്കും വന്ന് ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. സോ ഉത്തരം എന്ന് പറയുന്നത് ഓൺലി B ഫോളോസ്, ഓൺലി 2 ഫോളോസ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. സോ നെക്സ്റ്റ് ശരി,
കാണാലോ, ചെയ്തോ. ഏതത്ര വരിക? ബി പറയുന്നുണ്ട്. ശരി, പറഞ്ഞു നോക്കാം, ഉത്തരം ഏതാ നോക്കാം. സോ കമ്പൈൻ ചെയ്ത് എഴുതി എങ്ങനെ വരിക? പി ഈക്വൽ ടു ക്യൂ, പി ഈക്വൽ ടു ക്യൂ ലെസ് ദാൻ ആർ. ഇനി അടുത്തത് ആർ വെച്ച് കണക്ട് ചെയ്യുക. ഇവിടെ കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ വരണം. ആർ വെച്ച് എഴുതി കഴിഞ്ഞാൽ ആർ ഇവിടെ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് വരും. പിന്നെ അങ്ങോട്ട് ആറിന്റെ താഴത്തോട്ടാണ് ടി വരുന്നത്. ആർ ഗ്രേറ്റർ ദാൻ ടി. ഓക്കെ ആണോ? സോ കൺഫ്യൂഷൻസ് ആവണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഇവിടെ നോക്കടാ, പി ഈക്വൽ ടു ക്യൂ ഗ്രേറ്റർ ദാൻ ആർ. ഇതുവരെ എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഈ നോക്ക്, ഇതും ഇതും കമ്പൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ ആരുണ്ട്? ഇവിടെയും ഇവിടെയും ആർ ഉണ്ട്. ആ കേസിൽ ആരാ വലുത്? ആർ അല്ലേ വലുത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഇതുവരെ എഴുതിയോ? ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്, ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഇനി ഇവിടെ ആരാണത്? ആർ ലെസ് ദാൻ ടി. ആർ ലെസ് ദാൻ ടി എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയാൽ മതി. സോ ഇവിടെ ടി എഴുതി. സോ ഇനി പിയും ടിയും ആണ് റിലേഷൻ പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. എസും ടിയും ആണ് റിലേഷൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ വരും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? സെറ്റ് ആണോ? സോ ഇതാണ് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. നോക്ക്, എസ് ഗ്രേറ്റർ ദാൻ പി, എസ് ഗ്രേറ്റർ ദാൻ പി പറയുമ്പോൾ ഇങ്ങനെ പോയി ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഒരിക്കലും. സിമ്പിൾസിന്റെ ഡയറക്ഷൻ പറയാൻ പറ്റൂല, വൺ ചെയ്യാൻ പറയാൻ പറ്റില്ല. ക്യൂ ലെസ് ദാൻ ടി പറയാൻ പറ്റുമോ? എടാ ഇവിടെ നോക്കടാ, ക്യൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്യൂ ലെസ് ദാൻ ടി. ശരിയല്ലേ? എടാ ടി അല്ലേ വലുത്? ഇങ്ങനെ പോയി നോക്ക്, ക്യൂ ലെസ് ദാൻ ആർ ലെസ് ദാൻ ടി, ലെസ് ദാൻ സിമ്പിൾ ഡയറക്ഷൻ ഒരു ഡയറക്ഷൻ അല്ലേ? സോ 2 ഫോളോസ്. ഇതിന്റെ ഉത്തരം ഓൺലി 2 ഫോളോസ്. ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല ഇനിയുള്ള വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ ആരതി? എല്ലാവർക്കും ഓക്കെ ആണോ? അശ്വിനി, അപർണ, എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, സെറ്റ്. നെക്സ്റ്റ്. ശരി, ബോത്ത് 1 and 2 ഫോളോസ്, ബോത്ത് 1 and 2 ഫോളോസ്. ഓക്കെ. അടുത്തത് പി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. അടുത്തത് ക്യൂ ഈക്വൽ ടു എസ്. അപ്പൊ ഇവിടെ എഴുതാം, നോക്ക്. പി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. അടുത്ത ക്യൂ ഈക്വൽ ടു എസ്. ക്യൂ ഈക്വൽ ടു എസ് ഞാൻ ഇവിടെ എഴുതി. എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഇങ്ങോട്ട് എഴുതുന്നു എം ലെസ് ദാൻ ടി, എം ലെസ് ദാൻ ടി. അപ്പം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ എഴുതാൻ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആദ്യ സ്റ്റേറ്റ്മെന്റ് പി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. ഇനി ക്യൂവിനെ താഴെ ഇങ്ങോട്ടേക്ക് താഴെ എഴുതി ക്യൂ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ടി. ഇനി പിയും ടിയും ആണ് റിലേഷൻ പറയുന്നെങ്കിൽ ഇങ്ങനെ പോകണം. ആറും ടി ആണെങ്കിൽ ഇങ്ങനെ പോകണം. ഓക്കെ അല്ലേ? പോകാൻ മനസ്സിലായിട്ടുണ്ടാവല്ലോ. എസ് ലെസ് ദാൻ പി, എസ് ഇവിടെ, പി ഇവിടെ. എസും പിന്റെ ഇടയ്ക്കുള്ള റിലേഷൻ പറയണമെങ്കിലോ പി എസ് ഗ്രേറ്ററും ഈക്വൽ വന്നു കഴിഞ്ഞാൽ പി ലെസ് ദാൻ എസ്, പി ഗ്രേറ്റർ ദാൻ എസ്. അത് തന്നെയല്ലേ ഇവിടെ പറയുന്നത്. സോ കൺക്ലൂഷൻ 1 എന്തായാലും ഫോളോ ചെയ്യും. ഇനി എമ്മും ആറും ഇവിടെ, ആർ ഇവിടെ, എം ഇവിടെ. അപ്പൊ എം പറയുകയാണെങ്കിലോ എം ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. അത് തന്നെയല്ലേ ഇവിടെ കാണുന്നത്, എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. ഇനി ഇവിടെ എം ഗ്രേറ്റർ ദാൻ ആണ്, എം ഗ്രേറ്റർ ദാൻ ആർ ആണ് വരുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇവിടുത്തെ എല്ലാ കേസിലും സ്ട്രിക്റ്റും സ്ലാക്കും മാത്രമേ വന്നുള്ളൂ. സോ ഒരു സ്ട്രിക്റ്റും സ്ലാക്ക് മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ സ്ട്രിക്റ്റ് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സോ എം ഗ്രേറ്റർ ദാൻ ആർ തെറ്റായിരിക്കും. എം ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു ആർ എന്ന് കഴിഞ്ഞാൽ അത് ശരിയാണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻസ് വരുന്ന ഒരു പോയിന്റ് ആണ് പറഞ്ഞു തന്നത്. പോയിന്റ് ഓക്കെ ആണോടാ? സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ഫോളോസ്. ഓക്കെ ആണോ? ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആണോ? സെറ്റ് ആണോ? ക്ലിയർ? ആസ്പിരൻ, കൊപ്പിക്കോ, ആരതി, ആരോഹി, സ്മിത, എല്ലാവർക്കും ഈ ആണ് ഇടുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തോ. സോ ഇത് ഇനിയാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടാ. ഇതുവരെയൊക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊന്നും ചെയ്ത
സോ ഏതാണ് ഉത്തരം? സി 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 സി. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെന്റ് ഇത്ര എന്നുള്ളൂ. എസ് ലെസ് ദാൻ എം. എസ് ഇവിടെ, എം ഇവിടെ. എസ് ഇവിടെ, എം ഇവിടെ. എന്ത് വരണം? എം എന്ന് പറയുന്നത് എന്തായിരിക്കണം? എടാ ഇത് തെറ്റല്ലേ? സി എന്ന് പറയുന്നത് ഇത് എന്തായാലും തെറ്റാ. കാരണം എമ്മിന്റെ എസിന് ഇടയിൽ വരുന്ന റിലേഷൻഷിപ്പ് എന്താ? എമ്മിന്റെ എസിന്റെ ഇടയിൽ വരുന്നത് എം ഗ്രേറ്റർ ദാൻ എസ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇതെന്തായാലും തെറ്റാണ്. അടുത്ത എഫ് ഈക്വൽ ടു എസ്. എഫ് ഈക്വൽ ടു എസ് എന്ന് പറയാൻ പറ്റുമോ? എഫും എസ് ഇവിടെയാണ്. ഗ്രേറ്റർ ദാൻ ഇവിടെ എന്ത് വേണം? സ്ലാക്ക് വരണം. സോ ഇതും തെറ്റാണ്. അടുത്ത ഐ ഗ്രേറ്റർ ദാൻ ജെ. ഐ ഇവിടെ, ജെ ഇവിടെ. ഐ ഇവിടെ, ജെ ഇവിടെ. ശരിയാണോ? സോ ഇതും തെറ്റാണ്. കാരണം സ്ലാക്ക് വരുന്നുണ്ട്. സ്ലാക്ക് വരുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ് അങ്ങോട്ട് നേരെ തിരിഞ്ഞിട്ടുണ്ട്. അത് എം ലെസ് ദാൻ ഡി. എം ലെസ് ദാൻ ഡി നോക്ക്. എം ലെസ് ദാൻ ഡി. സ്ട്രിക്റ്റ് വരുന്നുണ്ട്, സ്ലാക്ക് വരുന്നുണ്ട്. ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. അത് മാത്രം നോക്കിയാൽ മതി. സോ ഇതിന്റെ ഉത്തരം ഓൺലി 4 ഫോളോസ് ഓപ്ഷൻ സി. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ് ഇനീക്വാളിറ്റീസ്. ഓക്കെ ആണോ? സോ ഇത് മുന്നേ അറിയായിരുന്നോ ഈ ഒരു ട്രിക്ക്? അതോ ഇപ്പോഴാണോ കവർ ചെയ്യുന്നത്? ഓക്കെ ആണോ? സോ ഇപ്പൊ ഈ ഉത്തരം പറഞ്ഞ ആളുകളൊക്കെ ഈ ഒരു ക്ലാസ്സിന്, ഈ ക്ലാസ് ഇവിടെ നിന്നാണോ ഇത് പഠിക്കുന്നത്? എന്താണ് അവസ്ഥ? മുന്നേ അറിയുമായിരുന്നോ? ഓക്കെ, ഇപ്പോഴാണ് ഓക്കെ ആയി. എസ് ഫസ്റ്റ് ആണ്. ഓക്കെ, സോ എന്തായാലും ഫസ്റ്റ് ക്ലാസ് തന്നെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. സോ ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി അല്ലെ? നെക്സ്റ്റ്, അടുത്ത ചെയ്. ഓക്കെ, IBPS കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈം. എന്നാ ചെയ്തോ മെമ്പറിന്റെ ഉത്തരം. നോട്ടിക്കല് വന്നു എന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് നോക്കണ്ട. ഉത്തരം ചെയ്ത് പോയിക്കോ. സിമ്പിൾ കണക്ട് ചെയ്ത് എഴുതാം. ആദ്യം തന്നെ എഴുതണം ഡി ഗ്രേറ്റർ ദാൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ എ. അടുത്തത് പി ആർ എസ് ലെസ് ദാൻ ഡി. എസ് ഇവിടെ എസ് നോട്ട് ഈക്വൽ ടു ഡി. ഇവിടെ എസ് ഉണ്ട്, എസ് നോട്ട് ഈക്വൽ ടു ഡി. അടുത്തത് എസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ആ, ഇവിടെ ഉണ്ട് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. അടുത്തത് പി നോട്ട് ഈക്വൽ ടു ഡി. പി നോട്ട് ഈക്വൽ ടു ഡി. എന്തായാലും പറയാൻ പറ്റില്ല. സ്ട്രിക്റ്റ് രണ്ടും സിമ്പിൾസ് രണ്ട് അഗെയിൻസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് പറയാൻ പറ്റൂല. ഇനി ടിയും എയോ? ടിയും ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ടിയും പറയാൻ പറ്റൂല. സോ എന്റെ ഉത്തരം ഏതാ? സാറിന്റെ ക്ലാസ് യൂട്യൂബിൽ കണ്ടു. ഓക്കെ, സോ എന്റെ ഉത്തരം എന്ന് പറഞ്ഞത് നൺ ഓഫ് ദ കൺക്ലൂഷൻ ഫോളോ. നൺ ഓഫ് ദ കൺക്ലൂഷൻ ഫോളോ. ഓക്കെ അല്ലേ? സോ ഉത്തരം എ ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. എടാ ഈ ഒരു ഫോണ്ട് കാണാൻ പറ്റുന്നില്ലേ? സൂം ചെയ്യണോ? ആവശ്യം ഉണ്ടെങ്കിൽ സൂം ചെയ്യാം, പറഞ്ഞാൽ മതി. ഈ ഒരു ഫോണ്ട് കാണാൻ പറ്റുന്നില്ലേ? കാണാം. എന്നാ ചേച്ചി വെരി ഗുഡ്. ബി പി ഗ്രേറ്റർ ദാൻ ടി, പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ഗ്രേറ്റർ ദാൻ കെ. റിലേഷൻഷിപ്പ് ഒന്നേ തന്നിട്ടുള്ളൂ. സോ അത് ഒറ്റ എഴുതിയാൽ മതിയല്ലോ. സോ അവിടെ നോക്ക്, കെ ഗ്രേറ്റർ ദാൻ ഇ. കെ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. സോ എന്തായാലും ഒരു കാര്യം അറിയാം, കെന്റെയും ഇന്റെ ഇടയിൽ റിലേഷൻഷിപ്പ് പറയണമെങ്കിൽ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ വരണം. കാരണം എന്ന് പറയുന്നത് സിമ്പിൾസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തേ പറയാൻ പറ്റുള്ളൂ. സ്ട്രിക്റ്റും സ്ലാക്കും വന്നു കഴിഞ്ഞാൽ സ്ലാക്കേ ഫോളോ ചെയ്യുള്ളൂ. സോറി, സ്ട്രിക്റ്റേ ഫോളോ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ ഈക്വൽ ടു സ്ലാക്ക് വന്നു കഴിഞ്ഞാൽ ഈക്വൽ ടു അവിടെ യാതൊരു കണക്ഷനും ഇല്ല. ഈക്വൽ ടു എവിടെ വന്നു കഴിഞ്ഞാലും അവനെ ഫോളോ ചെയ്യില്ല. ഈക്വൽ ടു കേസ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ വരണം. ഇപ്പൊ സപ്പോസ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു ഡി ആണെങ്കിൽ മാത്രമേ എയുടെയും ഡിന്റെ ഇടയ്ക്ക് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റുള്ളൂ. വേറെ ഒരു കണ്ടീഷനിലും എ ഈക്വൽ ടു ഡി പറയാൻ പറ്റില്ല. സോ എല്ലാ സിമ്പിൾസും ഈക്വൽ ടു വരണം ഈക്വൽ ടുവിനെ ചൂസ് ചെയ്യണമെങ്കിൽ. സോ ഇവിടെ നോക്ക്, ഇവിടുത്തെ കണ്ടീഷൻ എന്തൊക്കെയാ? രണ്ട് കണ്ടീഷനാണ്. ഒന്ന് കെ ഗ്രേറ്റർ ദാൻ ഇയും ഒന്ന് കെ ഈക്വൽ ടു വിയും. പക്ഷെ ഇത് മാത്രമാണ് തരുന്നെങ്കിൽ ഇതും തെറ്റാണ്, ഇത് മാത്രമാണ് തരുന്നെങ്കിൽ ഇതും തെറ്റാണ്. സോ ഇതില് ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റാണ്, ഇത് തെറ്റാണെങ്കിൽ ഇത് ശരിയാണ്. അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താടാ പറഞ്ഞത്? ഐദർ കൺക്ലൂഷൻ വൺ ഓർ ടു ഫോളോസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചെയ്തോ.
ഓപ്ഷൻ ബി. അടുത്തത് y ലെസ് ദാൻ എസ്. y ഇവിടെയാണ്, എക്സ് ഇവിടെയാണ്. സോ സിമ്പിൾസിന്റെ ഡയറക്ഷൻ ഒരേ കേസിലാണ്, ഗ്രേറ്റർ ദാൻ ആണ്. സോ ഈ കണ്ടീഷൻ ആരാ വലുത്? എക്സ് ആണ് വലുത്. എക്സ് ഗ്രേറ്റർ ദാൻ വി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത് ശരിയാണ്. രണ്ടാമത്തത് വി ഗ്രേറ്റർ ദാൻ യു. വി ഇവിടെ, യു ഇവിടെ. സോ യുവിന്റെ വിന്റെ ഇടയ്ക്ക് ഗ്രേറ്റർ ദാൻ വി. കറക്റ്റ് അല്ലേ? സോ എന്റെ ഉത്തരം ഓപ്ഷൻ ബി, ബോത്ത് 1 and 2 ഫോളോസ്. ശരിയല്ലേ? സോ ഇവിടെ നേരെ ഉൾട്ടായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഇവരെ ആദ്യം എഴുതുകയാണെങ്കിൽ ഏതെന്ത് ചെയ്യണം? ഫ്ലിപ്പ് ചെയ്യണം. അത് തന്നെയാണ് ഇത്. വി ഗ്രേറ്റർ ദാൻ യു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തോ. ഓക്കെ ആണ് സർ, ചെയ്തോ. ഓം ലെസ് ദാൻ മൈക്രോൺ, ഓം ഗ്രേറ്റർ ദാൻ മൈക്രോൺ. സോ ഇവിടെ ഇതൊരു ഓം ഇവിടെ, മൈക്രോൺ ഇവിടെ പറയാൻ പറ്റൂല. ഇൻഫിനിറ്റി അതേപോലെ 5, ഇൻഫിനിറ്റി ഇവിടെ, 5 ഇവിടെ, ഇൻഫിനിറ്റി 5 പറയാൻ പറ്റൂല. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, നൈദർ 1 or 2 is true. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇതാ അധികം കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത്. ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട, ഒറ്റയടിക്ക് പറയാൻ പറ്റും. സിമ്പിൾസിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വന്നാലും ഇങ്ങനെ വന്നാലും പറ്റൂല, 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 ഇതേപോലെ വന്നാലും പറ്റൂല. ഒറ്റയടിക്ക് എഴുതാലോ. 1, 2, 3, 4, 5 ഇതേപോലെ വന്നു നിന്നാൽ മതി. ഈ സിമ്പിളും ഈ സിമ്പിളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേ വേണ്ട, റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു ചാൻസ് എന്തേ ഉള്ളൂ? either 1 or 2 ഉള്ള ചാൻസസേ ഉള്ളൂ. സോ either 1 or 2 വേണ്ട, ഇവിടെ either 1 or 2 ചാൻസ് ഉണ്ടാവും. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോയേ ചെയ്യണ്ട, നൺ ഫോളോസ് ഉള്ള രീതിയിലേക്ക് പോയാൽ മതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ തിരിമറി ഇല്ലെങ്കിൽ ഇവിടെ നോക്ക്, ഈ ക്വസ്റ്റ്യൻ നോക്ക്. വി ലെസ് ദാൻ ഇ. വി ലെസ് ദാൻ ഇ ആണോ? ഇവിടെ ഇങ്ങനെ പോയി ഇ ആണ് വലുത്, ശരിയാണ്. ഇ ആണ് വലുത്, ഈ കണ്ടീഷൻ ഓക്കെ ആണ്. അടുത്ത് ടി ലെസ് ദാൻ സെഡ് ആണോ? ടി ഇവിടെ, സെഡ് ഇവിടെ, ഇങ്ങനെ പോയി സിമ്പിൾസിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ ഇത് പറ്റൂല. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി. കണ്ടോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സെറ്റ് ആണ്. സോ ആർക്കും മനസ്സിലാകത്തൊന്നുമില്ലല്ലോ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തോ. ഓക്കെ, ഏതാടാ? ബി. എച്ച് ഈക്വൽ ടു എഫ്. എച്ച് ഈക്വൽ ടു എഫ്. എച്ച് ഈക്വൽ ടു എഫ് വരൂല. ജെ ഗ്രേറ്റർ ദാൻ ജെ. ജെ ഇവിടെ, ജി ഇവിടെ, ജെ ഇവിടെ, ജെ ഇവിടെ. ശരിയല്ലേ? സോ 2 ഫോളോസ്. ഓപ്ഷൻ ബി. ക്ലിയർ? നെക്സ്റ്റ് ചെയ്തോ. ഓപ്ഷൻ വീണ്ടും ബി ആണോ? ബി ഗ്രേറ്റർ ദാൻ എഫ്. ബി ഇവിടെ, എഫ് ഇവിടെ പറയാൻ പറ്റൂല. സി ലെസ് ദാൻ എ. സി ഇവിടെ, എ ഇവിടെ, സി പറയാൻ പറ്റൂല. സോ നൈദർ 1 or 2 ഫോളോസ്. പറയാൻ പറ്റുന്നതിന് കാരണം അറിയാലോ, സിമ്പിൾസ് ഡയറക്ഷൻ ഉൾട്ട പെയർ ആണ്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ പറ. Z ചെയ്തോ.
വെരി ഗുഡ്. സോ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തെറ്റാണ്. അടുത്ത ജി ലെസ് ദാൻ എഫ്. ജി ഇവിടെ എഫ് ഇവിടെ പോയി വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇതും തെറ്റാണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിന് കാരണം അറിയാലോ, കാരണം ഈക്വൽ ടു സ്ലാക്കും വന്നു കഴിഞ്ഞാൽ ആരെ ഫോളോ ചെയ്യുള്ളൂ? ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് വരികയാണെങ്കിൽ ശരിയായിരുന്നു. സോ ഇതാണ് തരികയാണെങ്കിൽ ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ്? സ്ട്രിക്റ്റ് ആണെന്ന്. സോ ഈക്വൽ ടു സ്ലാക്കും വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഫോളോ ചെയ്യില്ല, സ്ലാക്കേ ഫോളോ ചെയ്യുള്ളൂ. സോ ആ ഒരു കണ്ടീഷൻ ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇവിടേക്കാണ് തെറ്റിപ്പോളാൻ ചാൻസ് ഉള്ളത്. സോ ഉത്തരം 9 ഉത്തരം ഓപ്ഷൻ എ. നെക്സ്റ്റ് അടുത്ത ചെയ്. ക്വസ്റ്റ്യൻ നമ്പർ 10. കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ. വേഗം പറ. പറയത് വരും. ഡി 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 Z equal to E greater than or equal to R greater than G less than Y greater than Q equal to F. R less than F. R ഇവിടെ F ഇവിടെ greater than less than ഉൾട്ടാ പെയർ പറ്റൂല. R greater than or equal to Z ആണെങ്കിലോ R ഇവിടെ Z ഇവിടെ. സോ Z ന്റെ മുന്നേ Z greater than or equal to R വരണം. സോ ഇതും പറ്റൂല. Z ആണ് വലുത്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് neither 1 or 2 follows. Neither 1 or 2 is true. Clear? Next. Remember. വെരി ഗുഡ്. ജി ലെസ് ദാൻ എഫ്. ജി ഇവിടെ എഫ് ഇവിടെ പോകുന്ന വഴിക്ക് സിംബൽസ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, പറ്റൂല. സി ലെസ് ദാൻ ജി. സി ഇങ്ങനെ പോയാൽ സി ഗ്രേറ്റർ ദാൻ ജി. ശരിയല്ലേ? സോ സ്ലാക്ക് സ്ട്രിക്റ്റ് ആരെ ഫോളോ ചെയ്യുള്ളൂ? സ്ട്രിക്റ്റ് ഫോളോ ചെയ്യുള്ളൂ. സോ ബി ഫോളോസ്. നെക്സ്റ്റ്. ഡി 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 ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. ഡബ്ല്യു. ടി ഇവിടെ ഡബ്ല്യു ഇവിടെ. സോ ആരാ വലുത്? സ്ട്രിക്റ്റ് ആണ് വന്നിട്ടുള്ളത്. സോ ഇത് പറ്റും. സോ ഓപ്ഷൻ 1 പറ്റും അല്ലെ? അടുത്തത് സി ഗ്രേറ്റർ ദാൻ എം. സി ഇവിടെ എം ഇവിടെ പറയാൻ പറ്റൂല. സോ ഓൺലി 1 ഫോളോസ്. ക്ലിയർ അല്ലേടാ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോടാ? ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ഇതുവരെ ഓക്കെ ആണോ? സെറ്റ് ആണ്. ഇതുവരെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണോ എക്സാമിന് വരാറ്? നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കാണാം, റെയിൽവേന്റെ PYQ എടുത്ത് ചെയ്ത് നോക്കും. ഇനി നിങ്ങൾക്ക് എന്താണ് 100% ഷോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. 2 ടൂൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് ചെയ്. ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്. ഓക്കെ. എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഐ ഇവിടെ എച്ച് ഇവിടെ എന്താണ് പറയുന്നത്? ശരിയാണല്ലോ. അടുത്തത് ആർ ലെസ് ദാൻ എം. ആർ ഇവിടെ എം ഇവിടെ. സിംബൽസ് റിലേഷൻ ലെസ് ദാൻ ആണ് ഗ്രേറ്റർ ദാൻ. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ക്ലബ് ചെയ്ത് എങ്ങനെ എഴുതുക? ഇതെല്ലാം കൂടി ക്ലബ് ചെയ്ത് എഴുതാൻ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കണം. പോയിന്റ് ഇത്രയേ ഉള്ളൂ. എം ലെസ് ദാൻ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഗ്രേറ്റർ ദാൻ ഐ.
ഇനി നോക്ക് ജി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൽ ഉണ്ട്, അത് ഇവിടെയും കൊടുത്താൽ മതി. ജി ഗ്രേറ്റർ ദാൻ എൽ ഉണ്ട്. ഇനി ഐ ഗ്രേറ്റർ ദാൻ ആർ ഇവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി നോക്കുക ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഇവിടെ ഇങ്ങനെ പേപ്പറെ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ആര് ഫോളോ ചെയ്യും? ഐ ഗ്രേറ്റർ ദാൻ എച്ച് പറയാൻ പറ്റുമോ? സോ ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ട് അല്ലെ, ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ട്, ശരിയാണോ? സോ എ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ആണോ? ഐ ഗ്രേറ്റർ ദാൻ എച്ച്. ഇവിടെ നോക്കണം, ഇത് തെറ്റല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 13 ശ്രദ്ധിച്ച് ചെയ്താൽ മതിയെ. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇത് ശരിയാണ്, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ശരിയാണ്. നമുക്ക് ഇത് ഒന്നുകൂടി മാറ്റി എഴുതാം. എം ലെസ് ദാൻ എച്ച് ഗ്രേറ്റർ ദാൻ ജി ഗ്രേറ്റർ ദാൻ ഐ. ഇനി എന്താ പറയുന്നത്? ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ പറയുന്നത്, ഐ ഗ്രേറ്റർ ദാൻ ആർ പറയുന്നത്. ഐ ലെസ് ദാൻ എച്ച് എന്ന് പറയുകയാണെങ്കിലോ ഐ ലെസ് ദാൻ എച്ച് ശരിയല്ലേ? ഐ ലെസ് ദാൻ എച്ച് അല്ല, എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഓപ്ഷൻ 1 ശരിയാണ്. ആർ ലെസ് ദാൻ എം ശരിയാണോ? ആർ ലെസ് ദാൻ എം, ആർ ഇവിടെ എം ഇവിടെ, ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു, ചെയ്യാൻ പറ്റൂല, ഫോളോ ചെയ്യാൻ പറ്റൂല. സോ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഓൺലി കൺക്ലൂഷൻ 1 ഈസ് ട്രൂ. ശരിയാണോ? സോ ഇത് മാത്രം നോക്കിയാൽ മതി. ഐന്റെയും എച്ചിന്റെ ഇടയ്ക്ക് വരുന്ന സിംബൽസ് ഏതൊക്കെയാ? ഐന്റെയും എച്ചിന്റെ ഇടയ്ക്ക് വരുന്ന സിംബൽസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ എന്തേ പറയാൻ പറ്റുള്ളൂ? എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നേ പറയാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ എ ഫോളോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 പറ. ഇതിനുത്തരം പറ, വേം പറ. 14 ബി 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 ബി. ഓക്കെ ശരിയാണോ? ശ്രദ്ധിച്ചോ, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ എസ്. ഇനി പറയുന്നത് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. ഇവിടെ ഞാൻ എഴുതി ഗ്രേറ്റർ ദാൻ പി എന്ന് എഴുതി. ഇനി ഡി ഗ്രേറ്റർ ദാൻ ക്യൂ ഞാൻ ഇവിടെ എഴുതി. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? പി ലെസ് ദാൻ എസ്, പി ലെസ് ദാൻ എസ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. സോ ഉൾട്ടാ പേര് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ഉൾട്ടാ പേരല്ലേ? ഇവിടെ ഉൾട്ടാ പേര് വന്നു കഴിഞ്ഞാൽ ഇതെന്തായാലും പറയാൻ പറ്റൂല. ഇനി യു ഗ്രേറ്റർ ദാൻ ക്യൂഓ, യു ഗ്രേറ്റർ ദാൻ ക്യൂ, യു ഇവിടെ ക്യൂ ഇവിടെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആരാ വരുന്നത്? യു ആണ് വരുന്നത്. സോ ഇത് ശരിയാണ്, ഓൺലി കൺക്ലൂഷൻ 2 ഈസ് ഫോളോ. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് ആണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? എടാ ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോടാ? യെസ് സാർ സെറ്റ് ആണ്. ഓക്കെ സാർ, ക്ലിയർ യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്. ഒരുമിച്ച് എഴുതാം. പി ഗ്രേറ്റർ ദാൻ ജെ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ബി ലെസ് ദാൻ ഡബ്ല്യു, അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഫസ്റ്റ് കണ്ടീഷൻ കെ ലെസ് ദാൻ എക്സ്. ഏതാ വരിക? വേം പറ. ശ്രദ്ധിച്ച് പറട്ടോ, ഏതാ ഉത്തരം? എല്ലാരും പറ, ഏതാ ഉത്തരം? വെരി ഗുഡ്. സോ നോക്ക്, കെ ലെസ് ദാൻ എക്സ്, കെ ഇവിടെ ഇങ്ങനെ പോയി സിംബൽസ് ആൻഡ് ഡാഷ് സെയിം ആണ്. സോ സ്ട്രിക്റ്റ് ഫോളോ ചെയ്യും. സോ കൺക്ലൂഷൻ 1 ഫോളോസ്. രണ്ടാമത് എക്സ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യു, എക്സ് ഇവിടെ. സോ ഡബ്ല്യുവിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെ ചെയ്താൽ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ പിന്നെ ബി വരും, പിന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സോ ഉൾട്ടാ പെയർ എന്ന് കഴിഞ്ഞാൽ ഇത് ഫോളോ ചെയ്യൂല. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാ വരിക? സോ ഓൺലി 1 ഫോളോസ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. സോ ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ മോഡലെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കൃത്യമായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 കാര്യം മാത്രമേ നമുക്ക് ഇവിടെ ചൂടായിട്ട് യൂസ് ചെയ്യാനുള്ളൂ. ഒരു സ്ട്രിക്റ്റും ഒരു സ്ലാക്കും വന്നു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഫോളോ ചെയ്യും. പിന്നെ റിലേഷൻഷിപ്പ് പറയണമെങ്കിൽ സിംബൽസിന്റെ ഡയറക്ഷൻ മൊത്തം യൂണിറ്റ് ഡയറക്ഷൻ, ഒരേ ഡയറക്ഷൻ ഫോളോ ചെയ്യണം. ഓക്കെ അല്ലേ? സോ ഉൾട്ടാ പേര് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? തെറ്റാക്കി എടുക്കുക. സെറ്റ് ആണോ? പുതിയ കാര്യങ്ങൾ പഠിച്ചോടാ? സെറ്റ് ആണോ? സോ ഇത്ര എഴുതുന്ന ക്ലാസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ട ഒരു ടോപ്പിക് അല്ല, വളരെ സിമ്പിൾ ടോപ്പിക്. ചില ക്വസ്റ്റ്യൻസ് ചില ടോപ്പിക് ഇതേപോലെ വളരെ കുഞ്ഞതായിരിക്കും. അതുകൊണ്ട് ആ ടൈം മതി, വേറെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ക്ലിയർ ആണോ?
പുതിയ കാര്യങ്ങൾ പഠിച്ചോ? ക്ലിയർ? താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ രതി, താങ്ക് യു. വിഷ്ണു, ഓക്കെ നല്ല ക്ലാസ്, താങ്ക് യു സാർ, യൂസ്ഫുൾ. ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടെലിഗ്രാം ഐ ഡി ഉണ്ടാവും, ലക്ഷയ് അവിടെ നിങ്ങൾക്ക് റീസണിങ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിച്ചോ. എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞു തരാം. ക്ലിയർ ഡൗട്ട് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സോ കൃത്യമായിട്ട് തന്നെ മോക്കുകളൊക്കെ എഴുതി കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. സോ അടുത്ത ക്ലാസ്സിൽ പുതിയ സെഷനായിട്ട് കാണാം. അതുവരേക്കും